ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. हमारा गार्जियन बाप है हमारा। अच्छा मदन जी क्या हो गया? खाना पीना भी नहीं खाए क्या? ഇങ്ങനെ മുണ്ടെടുക്കാനാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലേ? അത് ശരി. താഴത്ത് വെച്ച ചെറിയ ചെറിയ ഉറുമ്പരിക്കും ഞാൻ തോറ്റു. എന്റെ കർത്താവേ. बाप रे बाप, बाप रे बाप, बाप रे बाप. നിലവിൽ കണ്ടാൽ തോന്നും ആരോ മരണപ്പെട്ടെന്ന്. പക്ഷേ കഥ അതല്ല. ഉള്ളതെല്ലാം വിറ്റും പണം നൽകി എന്നിട്ടും സീറ്റില്ല. കഥയല്ലിത്, ജീവിതം. അങ്ങ് ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ വീടിന് മുന്നിലാണ് ഈ നിലവിളിയും നിലത്തുരുളലുമെല്ലാം. അതേസമയം മറ്റൊരിടത്ത് साथियों, बिहार के लोगों के सपने, आपके सपने, हर बिहारी का सपना, ये मोदी का संकल्प है. സർവ റെക്കോർഡുകളെയും ഭേദിച്ച് NDA അധികാരം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം നേരിട്ടെത്തി ബീഹാറിനെ ഇളക്കി മറിച്ച് റാലിയും സംഘടിപ്പിച്ചു. അപ്പോഴും ഇവിടെ വാർ, വോട്ട് ചോരിയൊക്കെ മറന്നു. ഇപ്പോൾ വോട്ട് വാർ. मदन जी क्या हो गया? खाना पीना भी नहीं खाए क्या? 2 दिन से खाना नहीं खाए. बाप रे बाप. റോഡിലാണോ പാവരിക്ക് കിടക്കുന്നത്? സീറ്റ് കച്ചവടത്തെ ചൊല്ലി എയർപോർട്ടിൽ കോൺഗ്രസ് അധ്യക്ഷനെ എടുത്തിട്ട് അലക്കിയ ശേഷം ഇന്ത്യ കൂട്ടം അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിന്റെ പേര് കോടികൾ ഇറക്കിയിട്ടും സീറ്റില്ലേ? RDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കോൺഫറൻസ് പാർട്ടിയിലെ ഡോക്ടർ വിമല രാമനാഥനാണ് സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി പട്ടികയിലെ പല പേരുകളും പിന്തള്ളി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക പരിഗണനയിലൂടെ കന്നി അംഗത്തിന് ഒരുങ്ങുകയാണ് ഡോക്ടർ വിമല രാമനാഥൻ. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ലാലു പ്രസാദ് യാദവിന്റെ വീടിന് പുറത്ത് പൊട്ടിക്കരഞ്ഞും കുപ്പായം സ്വയം വലിച്ചു കീറിയും RJDയുടെ മുതിർന്ന നേതാവ് മദൻ ഷാ പരസ്യമായി രംഗത്തെത്തിയത്. പറഞ്ഞിട്ട് കാര്യമില്ല, ആരും കരഞ്ഞു പോകും. लक्ष्मण को हमको मिलवा दो, हमारा गार्जियन बाप है हमारा. अच्छा 2.25 കോടി രൂപ സംഘടിപ്പിച്ച് നൽകാൻ നേതൃത്വം പറഞ്ഞു. എന്നാലേ സീറ്റുള്ളൂ എന്ന്. മക്കളുടെ കല്യാണം പോലും മാറ്റിവെച്ച് പണം നൽകി. എന്നിട്ടും അവരെന്നെ തകർത്ത് കളഞ്ഞു എന്ന്. എനിക്ക് പണം തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞാണ് ഈ മദൻ ഷാ ഏങ്ങി കരയുന്നത്. മധുബനിൽ കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയോട് തോറ്റെങ്കിലും വോട്ട് നില മെച്ചപ്പെടുത്തിയ വ്യക്തിയാണ് ഈ മദൻ ഷാ. എന്നിട്ടും ഇപ്പൊ സീറ്റില്ല. കോഴിക്കോട് മുഴുവൻ ചോർന്നൊലിക്കായിരുന്നേ. ഇതിവിടെ വെറുതെ കിടക്കുന്ന കണ്ടപ്പോ എടുത്തതാ. അല്ലെങ്കിലും ചേട്ടൻ ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ രാഷ്ട്രീയം നമുക്ക് പറ്റിയ പണിയല്ലാന്ന്. അയാളുടെ കാശ് വാങ്ങി പുട്ടടിച്ചു. ഇതൊക്കെ ഇന്ത്യകൾക്കല്ലാതെ മറ്റാർക്ക് കഴിയും? ഗൈസ്, മദൻ ഷാ വെറും സാമ്പിൾ. ഇനി എത്ര ഷാമാര് വരാനിരിക്കുന്നോ എന്തോ. ഇനി ഇത് ആവർത്തിച്ചാൽ അറിയാലോ ആഭ്യന്തര വകുപ്പ് എന്റെ കയ്യിലാണെന്ന്. അകത്താക്കി ഇടിച്ചൻ സൂപ്പായിക്കും. കിട്ടണോ ഇപ്പൊ തന്നെ? ഇനി തലസ്ഥാനത്തെങ്ങും കണ്ടുപോകരുത്. ഇവന്മാരാണ് രാജ്യം ഭരിക്കാൻ നടക്കുന്നത്. ബീഹാറിൽ NDA ഇപ്പോഴേ ബഹുദൂരം മുന്നിലാണ്. ഇന്ത്യ കൂട്ടങ്ങൾ പരസ്പരമാണ് മത്സരിക്കുന്നതും. പിന്നെ എങ്ങനെ ജയിക്കാൻ? ആരോട് പൊരുതാൻ? കോൺഗ്രസും CPIയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ പോലും RJD നേതാക്കൾ പത്രികാ സമർപ്പണം നടത്തി. എന്നിട്ട് പറയും നാം ഒന്ന് പേര് മഹാസഖ്യം. പരസ്പരം നിന്ന് മത്സരിച്ച് തോറ്റ ശേഷം വോട്ട് കൊള്ള. ഒരു ഇലക്ഷൻ പോലും ഒരുമിച്ച് നേരിടാൻ കഴിയാത്തവരാണ് റിസൾട്ട് വന്നു കഴിയുമ്പോഴേ പിറ്റേന്ന് തുടങ്ങും കരച്ചില്. 8 നിലയിൽ പൊട്ടും. എന്നിട്ട് പഴി മുഴുവൻ ഇലക്ഷൻ കമ്മീഷനും. ബീഹാറിലും കേൾക്കാം ഈ കൂട്ട നിലവിളി. അധികം താമസമില്ല.